ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ശക്തമായ ആക്രമണം. യുഎസും ഇസ്രായേലും നടത്തുന്ന ആക്രമണത്തിന് പ്രതികാരമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ഇറാന്റെ ആക്രമണം. ഇറാന്റെ ആക്രമണത്തിൽ കുവൈറ്റിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. മരിച്ചയാളുടെ വിവരങ്ങൾ ലഭ്യമല്ല. വൈദ്യുതി നിലയങ്ങളും കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളും കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിലാണ് മരണം സംഭവിച്ചത്. ആക്രമണത്തിൽ വൈദ്യുത നിലയങ്ങൾക്കും ഒരു ജലശുദ്ധീകരണ പ്ലാന്റിനും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം UAEക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുത്തെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. പുലർച്ചെയുണ്ടായ ശക്തമായ ആക്രമണത്തെ തുടർന്ന് തുടർച്ചയായ സ്ഫോടക ശബ്ദങ്ങൾ കേട്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈനിൽ രാത്രികാല കടൽ യാത്ര നിരോധിച്ചു. മത്സ്യബന്ധനത്തിനുൾപ്പെടെയാണ് നിരോധനം. വൈകിട്ട് 6 മുതൽ പുലർച്ചെ 4 വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖാലിബാഫ് അമേരിക്കയ്ക്ക് ശക്തമായ സന്ദേശം നൽകി. ഇറാൻ ഒരു കാരണവശാലും കീഴടങ്ങില്ലെന്നും ഈ യുദ്ധം വിജയമില്ലാതെ അവസാനിക്കില്ലെന്നും പറഞ്ഞു. കീഴടങ്ങാനുള്ള ഏതൊരു സാധ്യതയും അദ്ദേഹം പൂർണ്ണമായും നിരസിക്കുകയാണ് ചെയ്തത്. 1 മാസത്തിലേറെയായി തുടരുന്ന സംഘർഷത്തിനിടയിൽ ഇറാനും സഖ്യകക്ഷികളും അമേരിക്കയ്ക്കും പങ്കാളികൾക്കും കനത്ത നഷ്ടം വരുത്തിയെന്ന് ഖലിബാഫ് അവകാശപ്പെട്ടു. ലെബനൻ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിലെ പ്രതിരോധ ശക്തികൾ ക്രമാനുഗതമായി ശക്തി പ്രാപിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്നും മുഹമ്മദ് ബാഗിർ ഖാലിബാഫ് ആരോപിച്ചു. വാഷിംഗ്ടൺ പരസ്യമായി സംഭാഷണത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ മറവിൽ സൈനിക ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശത്രു സംഭാഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുവെന്നും വ്യക്തമാക്കി. അത്തരം പ്രസ്താവനകളാൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, ഇറാനിൽ ഒരു കരസൈനിക നടപടിക്കുള്ള തയ്യാറെടുപ്പുകൾ പെന്റഗൺ ശക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ആയിരക്കണക്കിന് US സൈനികരെയും മറൈൻമാരെയും ഇതിനകം മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിട്ടുണ്ട്. മിസൈൽ സംവിധാനങ്ങൾ, വ്യോമപ്രതിരോധം, തീരദേശ താവളങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള പരിമിതമായ എന്നാൽ ഫലപ്രദവുമായ ആക്രമണങ്ങൾ US ആസൂത്രണം ചെയ്യുന്നുണ്ട്. അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇറാൻ. 2026 ഫെബ്രുവരി 28-ന് ഇറാന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേലും USഉം സംയുക്ത ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ടെഹ്റാനിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇസ്രായേൽ രാജ്യത്തിനുള്ള ഭീഷണികൾ നീക്കം ചെയ്യുക എന്നതാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണങ്ങൾ ഇറാന്റെ സൈന്യത്തെ തളർത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ എഴുന്നേൽക്കാൻ ഇറാനികളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. പ്രതികാരമായി ഇറാൻ ഗൾഫിലുടനീളമുള്ള US താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിച്ചു. ഇത് വ്യോമാതിർത്തിക്ക് അടച്ചിടലിനും സാധാരണക്കാർക്ക് ജീവഹാനിക്കും കാരണമായി. ആഗോള എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും ഏകദേശം 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ തടഞ്ഞു. ഇത് ലോകമെമ്പാടും എണ്ണവില കുതിച്ചുയരുന്നതിനും വിഭവക്ഷാമത്തിനും കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.